നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ചെങ്കൽ രാജശേഖരൻ എന്നിതാ ഇപ്പോൾ കുടപ്പനകുന്ന് സിവിൽ സ്റ്റേഷനിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. നെയ്യാറ്റിൻകരയിലെ ജനങ്ങൾക്ക് എന്താണ് വാഗ്ദാനം നൽകുന്നത്, അല്ലെങ്കിൽ ഉറപ്പ് നൽകുന്നത്? നെയ്യാറ്റിൻകരയുടെ ജനങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ. അവർക്കൊന്നും നെയ്യാറ്റിൻകരയിൽ ഒന്നുമില്ല. ശരിക്കും നെയ്യാറ്റിൻകര നിങ്ങൾക്ക് വാൽഡാവർ എന്ന് പറഞ്ഞ് ഉദയംകുളങ്ങരയുള്ള റോഡ് നിങ്ങളൊക്കെ പാറച്ചാൽ വരെയുള്ള ആ റോഡ് എത്ര വർഷമായിട്ട് ബാലഭവനത്തിന് ഇപ്പുറത്തൊക്കെ 10 വർഷം മുമ്പേ ക്ലിയർ ആയി. അതിനപ്പുറത്തൊന്നും ആയിട്ടില്ല. ഇപ്പോഴും ട്രാഫിക് ജാമിലാണ്. ഈ ട്രാഫിക്കിൽ നമ്മളുടെ 10 മിനിറ്റ് ജനങ്ങളുടെ നഷ്ടപ്പെട്ട് അവരുടെ ജീവിതത്തിൽ 5-10 മിനിറ്റാണ് നഷ്ടപ്പെടുന്നത്. ഇങ്ങനെ സഹിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടല്ലേ? ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ലോകത്തില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം പുതിയ റോഡുകൾ വെട്ടി ഏറ്റവും നല്ല ബ്രിഡ്ജുകളും എല്ലാ അണ്ടർപാസുകളും ഒക്കെ ചെയ്തിട്ടുള്ള നടക്കുന്ന ഈ ഭാരതത്തിൽ മെയിൻ റോഡ് വികസനം നടക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ? അത് ജനങ്ങൾ കണ്ടാൽ തിരിച്ചറിയേണ്ടതല്ലേ? ഇനിയും അതൊക്കെ വെച്ചോണ്ടിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഇനി ബി.ജെ.പി. എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മാറ്റം ഉണ്ടാകും. 100% എല്ലാ സ്റ്റേറ്റുകളും മാറിയിട്ടുണ്ട്. ഏറ്റവും വേസ്റ്റ് ആയിരുന്ന ഒരു സമയത്ത് യു പി ഒക്കെ ഇപ്പൊ എവിടെ മാറി? നമ്മൾ ബോംബെയിലായിരുന്നു. ആ സമയത്ത് സെക്യൂരിറ്റി ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നൊക്കെ വരുമായിരുന്നു. ഇപ്പൊ ആരും കിട്ടാനില്ല. ഞാൻ വിളിക്കുമ്പോൾ പറയും അങ്ങോട്ട് പോവാം, അവിടെ ജോലി കൊടുക്കാന്നാ പറയുന്നത്. ഇപ്പൊ നമ്മളെ കേരളത്തിൽ നിന്നല്ല. ഞാൻ ഇന്നലെ റോഡ് ഷോ നടത്തിയായിരുന്നു. ആ വീഡിയോയിലൊക്കെ നോക്കിയപ്പോ 1-2 അത് അമ്മൂമ്മ അപ്പൂപ്പന്മാര് മാത്രമാണ്. വേറെ ആരും കാണില്ല. യങ്സ്റ്റേഴ്സ് ഒന്നും കാണാനില്ല. അവരെല്ലാം നാട് വിട്ട് പോയി എന്നുള്ളതാണ്. ഇത് യാഥാർത്ഥ്യമാണ്. +2 കഴിഞ്ഞതിന് ശേഷം വിദ്യാഭ്യാസത്തിന് വേണ്ടി പിന്നെ ശേഷം എല്ലാം ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത് എഡ്യൂക്കേഷനൊക്കെ. അപ്പം അവരൊക്കെയാണ് പൈസ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ കുട്ടികൾ പിന്നെ ഇവിടെ എന്താ അവർ ഈ നാട് വിട്ട് പോവുകയാണ്. അതിൽ നിന്നാണ് ഒരു മാറ്റം വരേണ്ടത്. ഈ യങ്സ്റ്റേഴ്സിന്റെ വരും തലമുറയ്ക്കും വേണ്ടിയാണ് നമ്മളുടെ ഈ ഫൈറ്റ് എന്നുള്ളത്. അതിൽ നെയ്യാറ്റിൻകര ആദ്യമായിട്ട് മാറും എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളെ രാജഭരണത്തെ എന്തൊക്കെ ചെയ്തു വെച്ചിരുന്നതിനപ്പുറം അത് വേറെ ഒന്നും നടന്നിട്ടില്ല എന്നാണ്. നെയ്യാറ്റിൻകരയിലുള്ളവർക്ക് ഇതുവരെ ലഭിക്കാത്ത വികസനങ്ങളായിരിക്കും ഇനി അദ്ദേഹം നൽകാൻ പോവുക എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടുതൽ ഇലക്ഷൻ വാർത്തകളൊക്കെ തന്നെ ട്രിബ്യൂൺ അപ്ഡേറ്റ്സിലൂടെ നിങ്ങളിലേക്ക് എത്തും.